ദേശീയപാത നിർമ്മാണത്തോടനുബന്ധിച്ചുണ്ടായ പുതുപൊന്നാനിയിലെ ഗതാഗത പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ ബദൽ സംവിധാനം ഒരുക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെടാൻ നഗരസഭ ട്രാഫിക് ക്രമീകരണ സമിതിയിൽ തീരുമാനമായി. ദേശീയപാത നിർമ്മാണത്തോടനുബന്ധിച്ചുണ്ടായ പുതുപൊന്നാനിയിലെ ഗതാഗത പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ ബദൽ സംവിധാനം ഒരുക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കൊച്ചിൻ പ്രൊജക്ട് മാനേജറോട് ആവശ്യപ്പെടാൻ നഗരസഭ ട്രാഫിക് ക്രമീകരണ സമിതിയിൽ തീരുമാനമായി. ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറ് ഭാഗത്ത് നിലവിലുള്ള സർവീസ് റോഡിലൂടെ ഇരുഭാഗത്തേക്കും ബസ് ഉൾപ്പെടെയുള്ള വാഹന ഗതാഗതത്തിന് ആവശ്യമായ സൗകര്യമൊരുക്കുന്നതിനും പുതുപൊന്നാനിയിലെ ഓവർ ബ്രിഡ്ജുകൾക്കിടയിൽ പുതുപൊന്നാനി ഭാഗത്തുള്ള സ്പാനുകൾക്കിടയിലൂടെ വാഹനങ്ങൾ ചുറ്റിവരാവുന്ന തരത്തിൽ റോഡ് വിപുലീകരണം നടത്തി സൗകര്യമൊരുക്കുവാനും ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെടുവാൻ തീരുമാനിച്ചു. ബസ് സ്റ്റാൻഡ് കൊല്ലൻപടി റൂട്ടിൽ കൊല്ലൻപടിയിലെ കവിമുറ്റം പാർക്ക് ചുറ്റി ബസ്സുകൾക്ക് പോകാൻ കഴിയുന്ന വിധത്തിൽ കവിമുറ്റത്തെ പാർക്കിംഗ് നിയന്ത്രിക്കുവാനും തീരുമാനിച്ചു. ഇക്കാര്യത്തിൽ ട്രാൻസ്പോർട്ട് വകുപ്പ്, പോലീസ് വകുപ്പുകൾ പരിശോധന നടത്തി പ്രാവർത്തികമാക്കും. പുതുപൊന്നാനിയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഓവർബ്രിഡ്ജ് പാലം, പുതുപൊന്നാനിയിലൂടെയുള്ള ഹൈവേ പാലം വന്ന് അവശേഷിക്കുന്ന അതിൻ്റെ അവസാനത്തെ സ്പാനുകളുള്ള സ്പേസിലൂടെ ബസ്സുകൾ, ഇവിടെ നിന്ന് പോകുന്ന ബസ്സുകൾ ആ സ്പാനിനടിയിലൂടെ തിരിച്ച് പടിഞ്ഞാറ് ഭാഗത്തൂടെ പോകുന്ന തരത്തിലേക്ക് ക്രമീകരിക്കാൻ സൗകര്യമൊരുക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൊച്ചിൻ പ്രൊജക്ട് എഞ്ചിനീയറോടും ബന്ധപ്പെട്ടുള്ള കോൺട്രാക്ടറോടും സംസാരിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാനാണ് പ്രധാനമായിട്ടും തീരുമാനിച്ചത്. നമുക്ക് കൊല്ലംപടിയിലൂടെയുള്ള ബസ് ഗതാഗതം, ബസ് കറങ്ങി വരുന്നതിനുള്ള ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില പ്രശ്നങ്ങൾ കൊല്ലംപടിയിലൂടെ യാത്രക്കാർക്ക് അസൗകര്യം സൃഷ്ടിച്ച സാഹചര്യത്തിൽ ഒരു ബദൽ സംവിധാനം എന്നുള്ള നിലയ്ക്ക് MLA കവിമുറ്റം വഴി, അത് ബസ് ഓണേഴ്സ് പ്രത്യേകിച്ച് നമുക്ക് മുന്നിൽ വെച്ച ഒരു പ്രൊപ്പോസലായിരുന്നു. അത് കവിമുറ്റം കറങ്ങിപ്പോകുന്നതിനുള്ള സന്നദ്ധത അവർ അറിയിക്കുകയും ആ രീതിയിലുള്ള തീരുമാനം എടുക്കുകയും ചെയ്തതാണ്. പക്ഷേ കവിമുറ്റത്തിന് കിഴക്കേ ഭാഗത്ത് അനധികൃതമായി നിരവധി മോട്ടോർ ബൈക്കുകൾ പാർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബസ്സുകൾക്ക് തിരിഞ്ഞു പോകുന്നതിന് വലിയ പ്രയാസം അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് അടിയന്തരമായി പരിഹരിക്കുന്നതിന് നോ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള ബോർഡുകൾ സ്ഥാപിച്ച് പോലീസിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിരീക്ഷണത്തിൽ വീണ്ടും അത്തരത്തിലുള്ള തീരുമാനം നടപ്പിലാക്കിക്കൊണ്ട് ഗതാഗതം പുനഃക്രമീകരിക്കാനാണ് ഇന്നത്തെ സമിതി തീരുമാനിച്ചിട്ടുള്ളത്. നിളയോര ടൂറിസം പാതയിലൂടെ ചരക്കു വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചുകൊണ്ടുള്ള ഹൈലൈറ്റ് സൈൻ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് നഗരസഭാ സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തി. കുണ്ടകടവ് ജംഗ്ഷനിലെ വലിയ വാഹനങ്ങളുടെ പാർക്കിംഗ് നിയന്ത്രിക്കും. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ട്രാഫിക് ക്രമീകരണ സമിതി യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, മരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ ഒ ഷംസു, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് അഷ്റഫ് സൂറപ്പിൽ, പോലീസ് സബ് ഇൻസ്പെക്ടർ അനിൽ TD, പൊതുമരാമത്ത് റോഡ് വിഭാഗം എഞ്ചിനീയർ ദിനീഷ്, പൊതുമരാമത്ത് ദേശീയപാത ഡിവിഷൻ എഞ്ചിനീയർ ലസിത, ഡെപ്യൂട്ടി തഹസിൽദാർ PK സുരേഷ്, നഗരസഭാ സെക്രട്ടറി സജീർ തുടങ്ങിയവർ പങ്കെടുത്തു. PGTV ന്യൂസ് പൊന്നാനി. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.